ഫേസ്ബുക്കിൽ സുജിത്ത് ജോൺ വർഗീസ് എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേലിൽ ഉള്ള ജോലി ചെയ്യുന്ന മലയാളിയാണ്. അദ്ദേഹം അവിടെ ഇരുന്നൊരു ഫേസ്ബുക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇട്ടത് നമ്മുടെ സൗദി അറേബ്യയിൽ നിന്നും ജയിലിൽ നിന്നും നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഹെൽപ്പോടുകൂടി മടങ്ങി വന്ന അബ്ദുൾ റഹീം എന്ന വ്യക്തിയെക്കുറിച്ചാണ് ഒരു വീഡിയോ ഇട്ടത്. അദ്ദേഹം പറഞ്ഞത് ഏത് ക്രിമിനൽസിനെയും മാലയിട്ട് സ്വീകരിക്കുന്ന കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ഇട്ടത്. അതിനെക്കുറിച്ച് പുള്ളി വ്യക്തമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ താഴെ അദ്ദേഹത്തിന് വന്ന കമൻസ് 2.4K. അത് ഇട്ടത് 90% നമ്മുടെ രാജ്യത്തെ നല്ല വിഭാഗത്തിൽപ്പെട്ട നല്ല മതവിഭാഗം എന്ന് സ്വയമേ പറയുന്ന സമാധാന മതക്കാർ, പൂവ് പോലും ഇറക്കാത്ത, പ്രാവിനെ പോലും തൊടാത്തതും പൂവിനെ പോലും നുള്ളി നോവിക്കാത്ത സമാധാന മതക്കാരുടെ കമൻസുകളാണ് വന്നത്. ഞാൻ നോക്കിയിടത്തോളം ഓപ്പണായിട്ട് തന്നെ പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലെ ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അത് എന്ത് വീഡിയോ ആയാലും, അത് പൊതുസമൂഹത്തിൽ മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വീഡിയോ ആണെങ്കിലും അവർക്ക് അംഗീകരിക്കും, പക്ഷെ മറ്റുള്ളവർ അംഗീകരിക്കാൻ പറ്റാത്ത വീഡിയോ ആണെങ്കിലും അതിന് എഗെയിൻസ്റ്റായിട്ടൊരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ സമുദായത്തിൽപ്പെട്ട ആളുകളെല്ലാവരുടെ വന്നിടുന്ന കമൻസ് കണ്ടാൽ നമ്മൾ പച്ച മനുഷ്യൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട ആരും പിന്നെ ആ കമൻസ് ഓപ്പൺ ചെയ്ത് വായിക്കത്തില്ല. അത്രയ്ക്ക് തെറിവിളി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്ന ഇവരൊക്കെ നല്ല കാര്യങ്ങളാണ് പഠിക്കുന്നത്, മദ്രസയിൽ പഠിക്കുന്ന നല്ല കാര്യങ്ങളാണ്, ചീത്ത പറയില്ല, അഴുക്ക് പ്രവർത്തിക്കത്തില്ല, ആളുകളെ സ്നേഹിക്കാൻ മാത്രമേ അവർക്കറിയൂ, സഹായിക്കാൻ മാത്രമേ അവർക്കറിയൂ എന്ന് പറയുന്ന വ്യക്തികളുടെ കമൻറ്റ്, നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോയുടെ കമൻറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ 90% വരുന്ന വീഡിയോയിലിട്ട് വിളിക്കുന്ന തെറി എഴുതി വിടുന്ന തെറി കണ്ടു കഴിഞ്ഞാൽ, നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ഗംഗാനദിയിൽ പോയി കുളിച്ചാലും നമുക്കത് ആ വാസന മാറില്ല. വാസനയല്ലല്ലോ, ദുർഗന്ധം മാറില്ല. അത്രയ്ക്ക് നികൃഷ്ടമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുത്താൽ മാത്രമേ അവർ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും ഇവർക്ക് എന്ത് കമൻ്റ് ഇടാം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അതിന് എഗെയിൻസ്റ്റായിട്ട് കമൻ്റ് ഇടാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു പബ്ലിക് വീഡിയോ ഇടുമ്പോൾ പേഴ്സണലായിട്ട് കമൻ്റ് ഇടുവാണെങ്കിൽ ശരി, നമ്മളതിനെക്കുറിച്ച് അത് അവർ തമ്മിൽ പേഴ്സണൽ കാര്യം. പക്ഷേ ഒരു പബ്ലിക്കായിട്ടൊരു വീഡിയോ ഇടുമ്പോൾ അതിനെതിരെ വരുന്ന കമൻ്റ് വായിക്കാൻ ഞാൻ നോക്കിയെടുത്ത ഒരു ക്രിസ്ത്യാനിയിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തി, ഒരു ഹിന്ദു സമൂഹത്തിൽപ്പെട്ട വ്യക്തി ഇതുപോലത്തെയുള്ള വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് കമൻ്റ് ഇടില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇത് ഏത് വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റ് വേണേലും നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ പറയുന്നത് തെറ്റാണോ എന്നുള്ളത് ഇത് എവിഡൻസാണ്. അപ്പോൾ നമ്മൾ അതിനെതിരെ ഒന്ന് ചർച്ച ചെയ്താൽ പറയും അത് പേര് മാറ്റിയുള്ള മറ്റ് ജാതിയിൽപ്പെട്ട ആളുകൾ പേര് മാറ്റിയിട്ട കമൻസ് ആണെന്ന്. എന്തേലും ഒരു തെറ്റ് ചെയ്താൽ പറയും അത് ഞങ്ങൾ നല്ല മുസ്ലിംസ് അല്ല, അവർ അഴുക്ക് മുസ്ലിംസാണ്, അവർ ഞങ്ങളിൽപ്പെട്ട ആളുകളല്ല എന്നാണ് ഉടനെ അവരുടെ വാദം. വേറൊരു കാര്യത്തിൽ തന്നെ ഇന്നലെ നമ്മുടെ പിണറായി വിജയൻ സാറിൻ്റെ മകളുടെ ED അന്വേഷണം, അദ്ദേഹത്തിൻ്റെ മകളുടെ കേസിൽ വന്ന ED അന്വേഷണത്തിന് നമ്മുടെ പിണറായി വിജയൻ സാറിനെ അതിനെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ സാർ. എനിക്ക് രാഷ്ട്രീയപരമായിട്ട് എന്തോ ആണെങ്കിലും പക്ഷേ എനിക്ക് അദ്ദേഹത്തിനെ വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ഒരു കേസിനകത്ത് പെട്ട് അതിന് അന്വേഷണം നടക്കുന്നു. ED ഇന്നലെ അന്വേഷണത്തിന് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ മകളുടെ വീണ വിജയൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ റിയാസ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു. മതേതരത്വം തകരാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ലെന്ന്.
അപ്പോൾ ഈ EDയുടെ അന്വേഷണം പിണറായി വിജയൻ്റെ മകളുടെ CMRL കേസിലെ ആ കരിമണൽ ഖനനത്തിനെ കുറിച്ചുള്ള ആ കേസിന് തമ്മിലും അതും ഈ മതേതരത്വം തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അപ്പോൾ അവരവിടെയും ഈ ജാതി കാർഡ് ഇറക്കി കളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ടൊരു വ്യക്തിക്ക് ചിന്തിച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാര്യം ഈ ഒരു കേസും ഒരു സാമ്പത്തിക ക്രമക്കേടും കേരളത്തിലെ മതേതരവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? കേരളത്തിലെ ജാതി ക്രിസ്ത്യാനായിട്ടോ മുസ്ലിമായിട്ടോ ഹിന്ദു ആയിട്ടോ അതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അപ്പോൾ ഇവരെന്തുമാണ് ഈ ചർച്ച ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കേസ്, അപ്പോൾ അബ്ദുൾ റഹീം എന്ന് പറയുന്ന വ്യക്തി ഈ 20 വർഷത്തിന് മുമ്പ് ആ കേസിനെ കുറിച്ച് നമുക്കറിയാം. എന്താണ് സംഭവിച്ചതും അവിടെ ഒരു ശരീരം തളർന്നു പോയ ഒരു കുഞ്ഞു, അതിനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കെയർടേക്കറായിരുന്നു ഈ വ്യക്തി. ആ കുഞ്ഞിനെയും കൊണ്ട് കാറിൽ പോയപ്പോൾ ട്രാഫിക്കിൽ പോയപ്പോൾ ആ കുട്ടി കയറ്റി വിടാൻ പറയുന്നു. ഈ വ്യക്തി കേട്ടില്ല, അദ്ദേഹത്തിൻ്റെ മുഖത്ത് തുപ്പി. അദ്ദേഹം അന്നേരം അടിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ഈ ആഹാരം കഴിക്കാനും ശ്വാസം വിടാനുമായിട്ട് വെച്ചിരുന്ന ആ കുഴൽ മാറിപ്പോയി. ഉടനെ തന്നെ അത് ശ്വാസം കിട്ടാൻ മരിച്ചപ്പോൾ ഇദ്ദേഹം ആ കുഞ്ഞിനെ ഇവർ രണ്ടുപേരും ഉടനെ അതിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നുള്ളൊരു നാടകം ക്രിയേറ്റ് ചെയ്തിട്ട് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെയായി അത് ആ കേസ് പിടിക്കപ്പെട്ടിട്ട് നമുക്കറിയാം അറേബ്യൻ രാജ്യങ്ങളിലെ നിയമം അവർ വ്യക്തമായ തെളിവില്ലാതെ ആരെയും പണിഷ്മെൻറ്റ് ചെയ്യത്തില്ല. അവർ ഏകദേശം 20 വർഷത്തോളം കേസ് വെട്ടി പിന്നെ കേരളത്തിലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സ്വർണ്ണാഭരണശാലയുടെ ഉടമസ്ഥൻ്റെ സഹായത്തോടു കൂടി ഈ അബ്ദുൾ റഹീമിൻ്റെ അമ്മയുടെ വിഷമം കരച്ചിൽ കണ്ടിട്ട് 20 വർഷത്തിന് ശേഷം 34 കോടി സമാഹരിച്ച് അതിൽ കുറേ കോടി കൊടുത്ത് ബ്ലഡ് മണി കൊടുത്ത് അദ്ദേഹത്തിന് ഇറക്കിക്കൊണ്ട് വന്നു. നല്ല കാര്യം. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ സഹായത്താലാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഒരു കൊലപാതകം ചെയ്ത വ്യക്തി എപ്പോഴും കൊലപാതകി തന്നെയാണ്. ശരി, അദ്ദേഹം 20 വർഷത്തെ ജയിൽവാസം അനുഭവിച്ചു. നമുക്കറിയാം 20 വർഷം പോയിട്ട് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, 3 മാസം ജയിലിൽ പോയി കിടന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി വന്ന് പറയുന്നു, ആ 3 മാസമല്ല 1 ദിവസം കിടക്കുന്നതും മരണത്തിന് തുല്യമാണെന്ന് പറയുന്നു, ജയിലിൽ കിടക്കുന്ന അവസ്ഥ. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഒരു വീഡിയോ വിടും. എനിക്ക് നേരത്തെ ഒരു വീഡിയോ വിട്ടിരുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ അതെത്ര ദുഷ്കരമാണെന്ന് അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. അദ്ദേഹം ആ മരണത്തിന് കൊലപാതകം ചെയ്ത വ്യക്തി, അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ കൊലപാതകത്തിന് കാരണമായ വ്യക്തി ജയിൽ ശിക്ഷ അനുഭവിച്ച് നമ്മൾ പുറത്തിറക്കിക്കൊണ്ട് വന്ന് മലയാളികളുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി പുറത്തിറക്കിക്കൊണ്ട് വന്നു. പക്ഷേ ഒരു കാര്യം പറയും, ഈ നാട്ടിൽ നടക്കുന്ന ഈ സ്വീകരണവും ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് വന്ന വ്യക്തി, അല്ലെങ്കിൽ രാജ്യത്തിന് അഭിമാനപരമായ കാര്യം ചെയ്തിട്ട് നമ്മുടെ ഈ കേരളത്തിലോട്ട് വന്ന വ്യക്തിയാണെന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വീകരണമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. തീർച്ചയായും എനിക്ക് ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. അങ്ങനെ രാജ്യത്തിന് വേണ്ടി സംഭാവനകൾ ചെയ്ത വ്യക്തികളെ എത്രയോ പേരെ ആദരിക്കാതെ പോകുന്നു. അതൊന്നും അല്ലല്ലോ ഈ കിടക്കുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ ആളുകളെ മാത്രമാണ് ഈ ചെയ്യുന്നത്. അത് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം. വേറൊരു സമൂഹത്തിൽപ്പെട്ട ആളുകളെ അങ്ങനെയൊന്നും സ്വീകരിക്കത്തൊന്നുമില്ല. ആരും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ സ്വീകരണവും ചെയ്യത്തുമില്ല. ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവരെ എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടി കാണിക്കുന്ന കാര്യമാണ്. ഓക്കെ, എന്തോ നാടൻ കളിയാണേലും എന്തോ ആണേലും നമുക്കത് വിട്ടുകളയാം, ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ഇദ്ദേഹം സുജിത്ത് പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, ആ കക്ഷി വർഗീസ് ഇസ്രായേലിൽ നിന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഇദ്ദേഹത്തിന് ഈ നടക്കുന്ന സ്വീകരണം കാണുമ്പോൾ വളരെ അസഹിഷ്ണുത തോന്നുന്നു. ശരിയാണ്, ആർക്കാണേലും പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ഒരാളിന് തോന്നും. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട് നമുക്ക് ആർക്കും സഹിക്കും. ഒരമ്മയുടെ കണ്ണുനീര്, ഒരമ്മയ്ക്ക് മക്കൾ ഏത് ക്രിമിനലായാലും ഏത് കുറ്റം ചെയ്ത വ്യക്തിയാണേലും ഏത് കൊലപാതകയാണേലും അമ്മയ്ക്ക് മകൻ തന്നെയാണ്. ആ അമ്മയ്ക്ക് മക്കളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ആ അമ്മയെ തല അറുത്ത് വെച്ചാൽ പോലും, ഇന്നലെ ഞാനൊരു കണ്ടായിരുന്നു, ആ സ്വന്തം മകൻ അമ്മയെ കൊന്ന് തല അറുത്ത് വെച്ചാൽ പോലും ആ മകന് ഒരു അപകടം വരുമ്പോൾ ആ തലയിരുന്ന് പറയും, എൻ്റെ മകനെ ഒന്നും ചെയ്യല്ലേ, എൻ്റെ മകനെ വെറുതെ വിടൂ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ആ അമ്മയുടെ കണ്ണുനീര് കണ്ടു രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതിനെക്കുറിച്ച് ആളുകൾ പലതരത്തിലുള്ള പോസ്റ്റ് ഇടും, കമൻ്റ് ഇടും. അത് ഇങ്ങനൊരു പബ്ലിക്കായിട്ടൊരു വീഡിയോയിൽ കാണുമ്പോൾ ആളുകളുടെ അവകാശമാണത് കമൻ്റ് ഇടുക എന്നുള്ളത്. അപ്പം അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കമൻ്റ് ഇടണമെന്ന് വിചാരിച്ചാൽ അന്ന് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ കമൻ്റ് ഇടുന്നവരെ ഇത്രയ്ക്ക് ഒരു സമൂഹം മൊത്തം എന്ത് തരത്തിലുള്ള വിത്തുകെട്ട വാക്കുകൾ ഉപയോഗിച്ചാണ് അപമാനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ കഷ്ടം തോന്നുന്നുണ്ട്. ഒരു സമൂഹത്തിനെ പറയിപ്പിക്കുക നല്ല സമൂഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കൺസെപ്റ്റ് ഒരു നല്ല സമൂഹമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇതുവരെ നാളത്തെ നമുക്കറിയില്ല.
അപ്പോൾ എവിടെയോ എത്രയോ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇവിടെ ഈ ലോകത്ത് എവിടെയും തീവ്രവാദ പ്രവർത്തനം നടന്ന അതിനകത്തെല്ലാം ഈ മുസ്ലിങ്ങളാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മുസ്ലിംസും അഴുക്കാണും എല്ലാ മുസ്ലിംസും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ കണ്ടിടത്തോളം എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള മുസ്ലിംസ് എല്ലാം നല്ലവർ തന്നെയാണുള്ളത്. അപ്പോൾ ഈ കാറ്റഗറിയിൽ ആളുകളുടെ കമൻറ്റ് ഇത്രയ്ക്ക് നികൃഷ്ടമായ കമൻറ്റ് വരുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ വളരെ 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 ദുഃഖം തോന്നുന്നു. കാരണം ഇത്രയും വൃത്തികെട്ട വാക്കുകൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു? അത് തെറ്റാണ്. കാര്യം നമ്മൾ പഠിക്കുന്ന ഖുർആൻ പഠിക്കുന്നുണ്ട്, നല്ല മൗലാനമാരുടെ അല്ല ഉസ്താദുമാർ നല്ല നല്ല ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തരുന്നു. അതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട നമ്മളുടെ പ്രവർത്തികളിൽ കൂടെ വാക്കുകളിൽ കൂടെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു സമൂഹത്തിനെ മൊത്തം നാണക്കേടുന്നുണ്ടാകുന്ന രീതിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ വീഡിയോസൊക്കെ പരിശോധിച്ച് നോക്കുക, ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റ്. അപ്പോൾ ഇദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതിന് ഞാനതൊന്നും അംഗീകരിക്കുന്നില്ല. ഇദ്ദേഹത്തിന് ഇത്ര വലിയ സ്വീകരണം കൊടുത്ത് ഈ ആദരിച്ചുകൊണ്ട് വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഒരു കൊലപാതകം ചെയ്ത വ്യക്തി തന്നെയാണ്. ആ കൊലപാതക ശിക്ഷ അനുഭവിച്ച് വന്ന് അദ്ദേഹമൊക്കെ സൈലൻ്റായിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കട്ടെ, അദ്ദേഹത്തിന് എന്താ ജോലി ചെയ്ത് ജീവിക്കട്ടെ. നമുക്കതൊന്നും പറയുന്ന കാര്യമില്ല. അദ്ദേഹത്തിനെ ഇനി ഉപദ്രവിക്കണമെന്ന് ഞാനും ഉദ്ദേശിക്കുന്നില്ല. കാര്യം അദ്ദേഹം ഒരു 20 വർഷക്കാലം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഏകാന്ത തടവെന്നൊക്കെ പറയുന്ന 20 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ല ഭാഗം മുഴുവനും നഷ്ടപ്പെട്ടു പോയി. ആ അമ്മയുടെ കണ്ണുനീര്, ആ അമ്മയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ദുഃഖം തോന്നും. ഒരിക്കലും ഒരു മനുഷ്യർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നാളെ ഒരു വ്യക്തിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമുക്കറിയാൻ പറ്റും, ലോകത്തിലെ ഇന്ത്യയിലെ തന്നെ എന്ന് പറയുന്ന ലോകത്തിലെ ജയിലുകളിൽ എത്രയോ നിരപരാധികൾ, തെറ്റ് ചെയ്യാത്ത ആളുകൾ കിടക്കുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ തെളിവുകളുടെ അഭാവത്തിൽ, തെറ്റായ തെളിവുകളുടെ കാരണത്താൽ, നല്ല തെളിവുകൾ ഇല്ലാത്തത് കാരണം, തെറ്റായ തെളിവുകൾ കാരണം ഇതുങ്ങൾ എത്രയോ ആളുകൾ ലക്ഷോപലക്ഷം ജയിലുകളിൽ കിടക്കുന്ന ലോകത്തിലെ ജയിലുകളിലുണ്ട്. ഇതുപോലെ വധശിക്ഷയ്ക്കും അതൊക്കെ വിധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ കിടക്കുന്നവരെല്ലാവരും തെറ്റ് ചെയ്തവരാണെന്ന് നാം വിശ്വസിക്കുന്നില്ല, നിരപരാധികളാണെന്നും വിശ്വസിക്കുന്നില്ല. നിരപരാധികളും ഉണ്ട്, തെറ്റ് ചെയ്തവരും ഉണ്ട്. അപ്പോൾ അവരൊന്നും ഇറങ്ങി വന്നിട്ടില്ല. നിരപരാധികൾ എത്രയോ ആളുകളുണ്ട്, ആരും ഇളക്കി കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് നോക്കുക, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ നമ്മൾ ഏത് മതഭാഗത്തായിട്ട് ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനെ രക്ഷിച്ച് കൊണ്ടുവരാൻ അത്രയും ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ് 20 വർഷത്തെ ജയിൽവാസം അനുഭവിച്ച് കഴിഞ്ഞ് കൊണ്ടുവന്നത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആളുകൾ കമൻ്റ് ഇടുകയോ അല്ലെ ആളുകൾ അതിനെക്കുറിച്ച് അത് തെറ്റായിട്ട് തോന്നുന്നവർ തെറ്റായിട്ട് തന്നെ പറയാം. ഞാൻ എൻ്റെ കൺസെപ്റ്റിൽ അതെനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. തെറ്റ് ചെയ്ത വ്യക്തി തന്നെയാണ്. ഈ അബ്ദുൾ റഹീമിൻ്റെ അമ്മയുടെ കരച്ചിൽ പോലെ തന്നെ ആ മരണപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കളും വേദനിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം ഇപ്പം ആ മരണപ്പെട്ട കുട്ടി ഏത് ഫിസിക്കലായിട്ടുള്ള ഏത് അവസ്ഥയിലുള്ള വ്യക്തിയാണേലും അച്ഛനും അമ്മയ്ക്കും ആ മക്കൾ തന്നെയാണ്. ആ കുഞ്ഞിന് ഇങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും തള്ളിക്കളയത്തില്ല. ഇത്രയും വർഷം അതുങ്ങൾ പോറ്റിയത് അതുങ്ങളെ അവർക്ക് കൊല്ലാൻ കഴിവില്ല കേട്ടാണ്. ഒന്നും അല്ലല്ലോ. അതുങ്ങൾ ഒരു അപ്പനും അമ്മയും അവരുടെ മക്കളെ കൊല്ലാനോ മരണത്തിന് വിട്ടുകൊടുക്കാനോ ആഗ്രഹിക്കത്തില്ല. അപ്പോൾ ഇങ്ങനൊരു കേസ് നടന്നിട്ട് അവർ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു നാടകം കളിക്കാൻ പോയി? അവരുടെ ഇങ്ങനെ അബദ്ധത്തിൽ പറ്റുകയാണെങ്കിൽ അവരുടെ അപ്പനെ അമ്മയെ അറിയിച്ച് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി വേറെ കൊണ്ടുപോയി ആരോ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ നാടകം കളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിന് അങ്ങ് വെള്ളപൂശേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല. തെറ്റ് ചെയ്ത ആൾ തെറ്റ് ചെയ്ത വ്യക്തി തന്നെയാണ്. എപ്പോഴും തെറ്റാണ്. ഒരിക്കലും നമ്മൾ തെറ്റിനെ ന്യായീകരിക്കാൻ പോകുന്നില്ല. അതൊരു തെറ്റായ പ്രവണതയാണ്. തെറ്റിനെ ന്യായീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തതിനേക്കാളും തെറ്റാണ് ആ തെറ്റിനെ ന്യായീകരിക്കുക എന്ന്. തെറ്റ് പറ്റിപ്പോയി, ശരി, നമ്മൾ മാപ്പ് ചോദിച്ച് നമുക്ക് തെറ്റ് പറ്റി നല്ല കാര്യമാണ്. അതിനെ നമ്മൾ ആ തെറ്റേറ്റ് പറയുക എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കും. അതിന് പകരം നിങ്ങളെല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് അദ്ദേഹം ചെയ്ത തെറ്റില്ല, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചോ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളില്ല. ലോകത്തിലുള്ള ന്യൂസ് പേപ്പറിലെല്ലാം വന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അറിഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരും അറിയുന്നുണ്ട്. അറിഞ്ഞ കാര്യങ്ങളാണ് വീഡിയോയിൽ ഇടുന്നത്. ഓരോരുത്തരുടെ വ്യക്തികൾ അവരുടെ തീരുമാനങ്ങൾ, അവരറിഞ്ഞ കാര്യങ്ങൾ വീഡിയോയിൽ ഇടുന്നുണ്ട്. അതിന് ഇത്രയ്ക്ക് ചീത്ത, അത് തെറ്റോ ശരിയോ എന്തായിക്കോട്ടെ, ഇത്രയ്ക്ക് ചീത്ത വർത്തമാനങ്ങൾ, വൃത്തികെട്ട വാക്കുകൾ എഴുതുന്നതിനെക്കുറിച്ചാണ്, കമൻറ്റുകൾ എഴുതിയതിനെക്കുറിച്ചാണ് ഞാനൊരു ഈ വീഡിയോ ചെയ്യുന്നതിന് ഉദ്ദേശിച്ചത് തന്നെ. കാരണം എന്ത് വൃത്തികെട്ട കമൻസാണ് ഇടുന്നത്. അപ്പം ആ ഒരു മതവിഭാഗത്തിനെ തന്നെ അതൊരു ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്രയും പുണ്യപ്രവർത്തികൾ ഈ പുണ്യമാസത്തിൽ പുണ്യസമയത്ത് ചെയ്ത് തന്നെ ബക്രീദ് സമയത്ത് തന്നെ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ അതിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കമൻസുകൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ ചെയ്ത പുണ്യപ്രവർത്തിക്ക് എന്താണ് ലാഭമുള്ളത്? നിങ്ങൾ തന്നെ ആ വീഡിയോയുടെ കമൻറ്റ് 2.K 3.K കമൻസാണ് ഓരോ വീഡിയോയുടെ പുറകിന് വരുന്നത്. അതിൻ്റെ വന്ന കമൻസുകൾ, ആ
കമൻസുകൾ കണ്ടു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് വൃത്തികെട്ട കമൻറ്റ്, അത് തെറ്റായ പ്രവണതയാണ്. ഞാൻ ഒരിക്കലും എനിക്കിഷ്ടമുള്ള കാര്യമില്ല. ഞാൻ ഒരിക്കലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ ഞാനൊരു വൃത്തികെട്ട കമൻറ്റ് ഞാൻ ഇടാറില്ല. നമ്മൾ കമൻറ്റ് ഇടുക, നല്ല കാര്യങ്ങൾക്ക് നല്ലതെന്ന് അപ്രീഷിയേറ്റ് ചെയ്യും, തെറ്റായ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ അത് തെറ്റാണ്, എൻ്റെ കൺസെപ്റ്റ് അത് തെറ്റാണെന്നേ ഞാൻ എടുത്തുള്ളൂ. അതിന് പറയും ഇത്രയ്ക്ക് നമ്മൾ കേട്ടാലറക്കുന്ന തെറികൾ. എന്തൊക്കെ തെറികളാണ് അമ്മയെക്കുറിച്ച്, അപ്പനെക്കുറിച്ച്, അമ്മയെ അങ്ങനെ ചെയ്ത്, അപ്പനെ അങ്ങനെ ചെയ്ത്, പെങ്ങളെ അങ്ങനെ ചെയ്ത്, എന്തോ ഇതൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുന്നു. ഇതുപോലത്തെ കമൻറ്റ്സ് എങ്ങനെ ഇടാൻ കഴിയുന്നു? ഇതാണ് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം. ഇത്രയ്ക്ക് വൃത്തികെട്ട കമൻസുകൾ എങ്ങനെ ഇടാൻ തോന്നുന്നു? ദയവ് ചെയ്ത് നിർത്തണേ. നിങ്ങളൊക്കെ നല്ല ചെറുപ്പക്കാർ, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളാണ്, അറിവും ബോധവും ഒക്കെ ഉള്ളവരാണ്. ഒരു സമൂഹത്തിനെ അവഹേളിക്കരുത്. യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെയാണ് ഈ സമൂഹത്തിനെ വൃത്തികേടാക്കുന്നത് തന്നെ. ഈ ഓരോ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് സ്വന്തം സമുദായത്തിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കരുതേച്ച് കാണിക്കുന്നതും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതും സ്വന്തം സമുദായത്തിൽപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. തെറ്റ് തന്നെയാണ്. ആ തെറ്റായ പ്രവർത്തികൾ നമ്മൾ ഇനിയും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.